സൗകര്യങ്ങളിലൊക്കെ കയറി ഇരുന്നോളൂ. നല്ലപോലെ ശ്രദ്ധിച്ച് കേട്ടിട്ടേ മരുന്ന് മേടിക്കാവൂ. മരുന്ന് കഴിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണം. അതിന് ശ്രദ്ധിക്കാൻ പറ്റും എങ്കിൽ മാത്രം മരുന്ന് വാങ്ങിച്ച് കഴിച്ചാൽ മതി. ഇല്ലാതെ മരുന്ന് വാങ്ങരുത്. ഒന്ന്, ഈ കാലം വളരെ വിചിത്രമാണ്. നിങ്ങൾ കഴിക്കുന്ന ആഹാരം രോഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആഹാരത്തെയാണ്. ആഹാരം നന്നായി ശ്രദ്ധിക്കാതെ മരുന്നുകൾ വാങ്ങിച്ച് കഴിച്ചതുകൊണ്ട് കാര്യമായ പ്രയോജനമൊന്നും കിട്ടില്ല. കഴിക്കരുതാത്ത പദാർത്ഥങ്ങളെ തിരിച്ചറിയുകയും കഴിക്കാവുന്നവയെ നല്ലപോലെ ശ്രദ്ധിക്കുകയും ചെയ്ത് ക്രമപ്പെടുത്തിയിട്ട് മാത്രമേ ഔഷധം വാങ്ങി കഴിക്കാവൂ. നിങ്ങൾ എവിടുന്നെങ്കിലും ഓടി വന്നു കുറെ മരുന്ന് മേടിച്ചു കൊണ്ടുപോയി കഴിച്ചു, അതുകൊണ്ട് മാത്രം രോഗങ്ങൾ മാറില്ല. രോഗം മാറണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ഔഷധ കൽപ്പനയെ നോക്കിയാൽ മാത്രമേ പറ്റൂ. ഇതിനാദ്യം പഴയ ആളുകൾ രോഗം എങ്ങനെയാണ് കണ്ടിരുന്നത്, ഇപ്പോൾ എങ്ങനെയാണ് രോഗനില, ഇത് തമ്മിൽ നല്ലപോലെ താരതമ്യം ചെയ്ത് നോക്കണം. നല്ലതുപോലെ താരതമ്യം ചെയ്തിട്ടേ മരുന്ന് വാങ്ങിക്കാൻ ഒരുങ്ങാവും. നിങ്ങൾ ഇന്ന് കഴിക്കുന്ന പല ഭക്ഷണ പാനീയങ്ങളും രോഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നവയാണ് എങ്കിൽ അവ തുടരുകയും മരുന്ന് കഴിക്കുകയും ചെയ്താൽ രോഗം മാറി കിട്ടില്ല. രോഗം മാറണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ശ്രദ്ധിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ്. ഒന്നാമത് നിങ്ങൾ ആരും വന്നിരിക്കുന്നത് രോഗം മാറണം എന്ന നിർബന്ധത്തിലല്ല. പണം കുറെ ചെലവാക്കിയിട്ടുണ്ട്, കുറെ ആളുകൾ ഓടിപ്പോന്നിട്ടുണ്ട്, വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ രോഗം മാറാനല്ലേ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നതെന്നൊക്കെ ചൂടായിട്ട് ചോദിച്ചേക്കാം. സത്യം. നിങ്ങൾ ഇതുവരെ കഴിച്ച മരുന്നുകൾ അതിനെക്കുറിച്ചെടുത്ത് നോക്കിയാൽ നിങ്ങൾ പോയ ആശുപത്രികളിൽ നിന്ന് മേടിച്ചു വച്ചിരിക്കുന്ന മരുന്ന് വീട്ടിൽ എത്ര ശതമാനം കഴിച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ നമ്മളൊരു 30-40 പേര് ഇവിടെ ഇപ്പോൾ ഇരിപ്പുണ്ടാവും. വലിയ വലിയ ആശുപത്രികളിലൊക്കെ പോയിട്ടുണ്ടാവും. മരുന്നും മേടിച്ചു കൊണ്ടുപോയി വീട്ടിൽ വെച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആദ്യത്തെ സെറ്റ് മരുന്ന് 1-2 ദിവസം കഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടാമത് വീണ്ടും ആരോ പറയുന്നത് കേട്ട് അടുത്ത ആശുപത്രിയിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ മരുന്നുകൾ തന്നെ വേറൊരു പേരിലുള്ള മരുന്നുകളായിരിക്കും കുറിച്ച് തന്നിരിക്കുന്നത്. അതും മേടിച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങളുടെ ഇത്രയും പേരുടെ വീട്ടിൽ നിന്ന് വലിച്ചു ചാടിച്ച ആ മരുന്നിന്റെ കണക്കെടുത്താൽ തന്നെ 1 ലക്ഷത്തിൽ കൂടുതൽ രൂപയുടെ കാണും. അതിൽ നിന്ന് മനസ്സിലാകാം നിങ്ങൾ ഈ മരുന്ന് മേടിക്കാൻ ഓടുന്നൊന്നും രോഗം മാറാനല്ല. ഒന്ന്, കൃത്യമായി മരുന്ന് കഴിക്കില്ല. കൃത്യമായും സ്നേഹത്തോടെയും മര്യാദാമസൃണമായും മരുന്ന് എടുത്തു കൊടുക്കില്ല വീട്ടിലുള്ളവർ. അപ്പൊ നിങ്ങൾ ഈ ആശുപത്രികളിലേക്ക് രോഗികൾ ഓടുന്നതും കൂടെ കുറെ ബന്ധുക്കൾ ഇറങ്ങി തിരിക്കുന്നതും ബഹളം വയ്ക്കുന്നതുമൊക്കെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താനാണ്, രോഗം മാറാനല്ല. ശരിയുണ്ടോ? 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 ആ പണി നിർത്തണം. രോഗം മാറാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ നിൽക്കാവൂ. നീ പേരെഴുതിയൊന്നും കണക്കാക്കണ്ട, തിരിച്ചു പോകണം. ഇതുവരെയുള്ള നിങ്ങളുടെ പോയ ആശുപത്രികളും ഡോക്ടർമാരും അവിടെ പോയിട്ട് നിങ്ങൾക്കുണ്ടായ ക്ലേശങ്ങളും പറയുന്ന ലിസ്റ്റിലേക്ക് എന്നെയും കൂടെ പെടുത്താൻ മരുന്നിന് നിൽക്കണ്ട. ആലോചിച്ചിട്ട് മതി. 1 അരമണിക്കൂർ സമയം നിങ്ങൾക്ക് തന്നാൽ
ഈ ലോകത്തിൽ നിങ്ങളൊഴിച്ച് എല്ലാവർക്കും എതിരായ അഭിപ്രായം നിങ്ങൾക്കുണ്ടാവും. അത് വരുത്തിവെച്ച ക്ലേശങ്ങളാണ് നിങ്ങൾ ഈ അനുഭവിച്ച് തീർക്കുന്നതെന്നും പറയാനുണ്ടാവും. പക്ഷെ ഞാൻ അറിയുന്നിടത്തോളം നിങ്ങൾ അനുഭവിക്കുന്നതൊക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടിയതാണ്. ആ സ്വഭാവം മാറിയിട്ട് മതി മരുന്നിന് കയറാൻ. മാറുമെന്നുണ്ടെങ്കിൽ മതി. പറഞ്ഞത് ശരിയുണ്ടോ? മരുന്ന് കൃത്യസമയത്ത് അമൃത് പോലെ കഴിക്കാൻ കഴിയുന്നവർ, ഭക്ഷണം വളരെ താല്പര്യപൂർവം ശുദ്ധവൃത്തികളോടെ മര്യാദാമസൃണമായി കഴിക്കാൻ കഴിയുന്നവർ മാത്രം മരുന്നിന് നിന്നാൽ മതി. ഓരോ നേരവും ഭക്ഷണം എറിഞ്ഞും അടിച്ചും വഴക്കുണ്ടാക്കിയും ആണ് നിങ്ങൾ പലപ്പോഴും കഴിക്കുന്നത്. വഴക്കും പൊല്ലാപ്പുമായിട്ടാണ് വീട്ടിലുള്ളവർ വിളമ്പിത്തരുന്നത്. വിദ്യാസമ്പന്നരും പണക്കാരുമായവരുടെ ഇടയിൽ സ്വസ്ഥമായ ആഹാരം കഴിക്കുന്നവരും സ്വസ്ഥമായ അന്യരെ ആഹാരം കഴിക്കാൻ സമ്മതിക്കുന്നവരും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ രോഗം. പണവും വിദ്യാഭ്യാസവുമായി ഇതിലെ തടസ്സവും. ശരിയുണ്ടോ? പറഞ്ഞതിൽ ശരിയുണ്ടോ? അതുകൊണ്ട് ആലോചിച്ചിട്ട് ഇരുന്നാൽ മതി മരുന്ന് മേടിക്കാൻ. മരുന്ന് നിങ്ങളെല്ലാവരും മേടിച്ചുകൊണ്ട് പോയിക്കൊള്ളണം എന്ന് എനിക്ക് നിർബന്ധമില്ല. ഒരാളെ ചികിത്സിച്ചാൽ ആ ഒരാൾക്ക് ഫലം കിട്ടണം. അങ്ങനെ ഫലം കിട്ടണമെങ്കിൽ വളരെ ശ്രദ്ധിച്ച് പണി ചെയ്യണം. ആഹാരം എടുത്തെറിയാതെ, വഴക്കുണ്ടാക്കാതെ, ചീത്ത വിളിക്കാതെ, തൃപ്തിയായി ശ്രദ്ധാപൂർവം കഴിക്കാൻ കഴിയുന്നവർ മരുന്നിന് നിന്നാൽ മതി. വീട്ടിലുള്ളവർ അങ്ങനെ എടുത്തു കൊടുക്കണം. ഈ ബന്ധുക്കള് പുറത്ത് ചാടി ആളുകളെ കാണിക്കാൻ എടുത്തൊരുങ്ങി രോഗിയെ കൊണ്ട് നടക്കുന്നു, കഷ്ടപ്പെടുന്നു എന്ന് കാണിച്ചാൽ പോരാ. ആരെങ്കിലും ബന്ധുക്കൾ വരുമ്പോൾ രോഗിയെ കുളിപ്പിക്കും, ഭക്ഷണവും മരുന്നും ഒക്കെ എടുത്ത് 4 പ്രാവശ്യം കൊടുക്കും. അല്ലാതെ തിരിഞ്ഞു നോക്കുകയില്ല. ഈ പണി കാരണം രോഗം മാറാൻ പ്രയാസമാണ്. ശരിയല്ല, ശരിയല്ല. ഇതൊക്കെ ആലോചിച്ചിട്ട് മാത്രം നിന്നാൽ മതി. രോഗികൾക്കും ബന്ധുക്കൾക്കും വലിയൊരു കച്ചവടമാണ് ഇന്ന് രോഗം. ഡോക്ടർമാരും ആശുപത്രികളൊന്നും അല്ല ഇത് കച്ചവടമാക്കിയത്, നിങ്ങളാണ്. ആദ്യകാലത്ത് ഒരു 50-60 വരെ, 50-ലൊന്നും കാര്യമായ ഇവിടെ ആശുപത്രികളില്ല. വീട്ടിൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. 50 വരെയൊക്കെ ജനിച്ചവരാരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ അവരൊന്നും ആശുപത്രിയിലല്ല അവരുടെ അമ്മയവരെ പ്രസവിച്ചത്. മെഴുകിയ തറ, അതിൽ പാവിരിച്ചോ കട്ടിലിൽ പാവിരിച്ചോ കിടന്നാണ് പ്രസവിച്ചത്. കോഴിയും പട്ടിയും പൂച്ചയും ഒക്കെ കയറുന്ന വീടാണ്. എന്നിട്ട് ഇന്ന് കാണുന്ന രോഗങ്ങളൊന്നും അന്ന് പിള്ളേർക്കോ തള്ളയ്ക്കോ കണ്ടില്ല. നിങ്ങളുടെ പണക്കൊഴുപ്പും വിദ്യാഭ്യാസവും ഉണ്ടാക്കി വെച്ച കച്ചവടമായത്. ഈ കച്ചവടക്കാർ ഡോക്ടർമാരോ ആശുപത്രികളോ അല്ല, നിങ്ങളാണ്. നിങ്ങൾക്ക് പണവും വിദ്യാഭ്യാസവും വന്നപ്പോൾ വീട്ടിലുള്ളത് കൊണ്ടൊന്നും തൃപ്തിയാകാതെ വന്നു തുടങ്ങി. വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിക്കുന്നവരല്ല നിങ്ങളിൽ പലരും. വീട്ടിൽ വൃത്തിയായി പാത്രം കഴുകി സ്വന്തം പാരമ്പര്യത്തിൽപ്പെട്ട തള്ളയോ തന്തയോ കൈകൊണ്ടെടുത്ത് ഭംഗിയായി ചോറോ കറിയോ ഉണ്ടാക്കി തന്നാൽ അതിനറപ്പായി തുടങ്ങി വിദ്യാസമ്പന്നന്മാർക്ക്. ഉള്ളിയും മുളകുമൊക്കെ അരിയുമ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വരാതിരിക്കണമെങ്കിൽ വല്ല കുഷ്ഠരോഗിയൊക്കെ ആയിരിക്കണം. അങ്ങനെയുള്ളവരെ പ്രത്യേകം റിക്രൂട്ട് ചെയ്ത് അരിഞ്ഞുണ്ടാക്കിയ ഉള്ളിയും അതുപോലുള്ള സാധനങ്ങളും കൊണ്ട് രാപകല് പണിയുന്നവൻ കുളിക്കാതെ വൃത്തിയാകാതെ കുശിനി കിടന്ന് പണിത് 100 കണക്കിന് ആളുകൾക്ക് ഒന്നിച്ചുണ്ടാക്കുന്ന വൃത്തിയായിട്ടല്ലാതെ മേടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളിലെ വേസ്റ്റ് വരെ അരിഞ്ഞിരുന്ന സാധനങ്ങൾ പോയി കഴിച്ചാൽ
തൃപ്തിയായി ഏതാണ്ട് കഴിച്ചു എന്ന് തോന്നിടത്തുനിന്നാണ് നിങ്ങളെല്ലാം വരുന്നത്. ശരിയല്ല. എന്നിട്ട് രോഗവും മാറണം. നിങ്ങളിപ്പോൾ കൈപൊക്കാൻ പറഞ്ഞു, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന 3 നേരം കഴിക്കുന്നവർ കൈയൊന്ന് പൊക്കാൻ പറഞ്ഞാൽ ഇതിനകത്ത് വളരെ വിരളമായിരിക്കും. നീ വീട്ടിലേക്കാണെങ്കിലും കാണുന്ന ബേക്കറിയൊക്കെ മേടിച്ചുകൊണ്ടെന്ന് വെച്ചാൽ തിന്നുന്നത്. ഭക്ഷണം പാകം ചെയ്ത് വെച്ചാൽ ദിവസങ്ങൾ കഴിയുമ്പോൾ അതെല്ലാം ബാക്ടീരിയയും ഫംഗസും ഒക്കെ ആവും. അത് കുറയാൻ കാണുന്ന കെമിക്കൽ പ്രിസർവേറ്റീവുകളെല്ലാം ചേർത്തതാണ് നിങ്ങൾ ഇന്ന് തിന്നുന്നത്. എന്നിട്ട് മരുന്ന് കഴിക്കാൻ നടക്കുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ യാതൊരു വിധത്തിലും ഈ മരുന്ന് കഴിക്കുന്ന ദിവസം മുതൽ കഴിയുന്നത്ര വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത്. വീട്ടിൽ പാചകം ചെയ്ത് കഴിക്കാൻ കഴിവുണ്ടെങ്കിൽ മരുന്നിന് തുടങ്ങിയാൽ മതി. പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ വൃത്തിയുള്ളിടത്തുനിന്നും വൃത്തിയായി തരുന്നിടത്തുനിന്നും കഴിക്കാവുന്ന സാധനങ്ങൾ മാത്രം വാങ്ങിച്ച് കഴിക്കുക. കഴിക്കരുതെന്ന് പറയുന്നവയൊന്നും കഴിക്കരുത്. ഇതിന് സാഹചര്യമുണ്ടെങ്കിൽ മരുന്ന് കഴിച്ചാൽ മതി. പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇന്ന് തിന്നുന്നവ പലതും തിന്നാൻ കൊള്ളുന്നവയല്ല. പഴയ കാലത്ത് നല്ല ഭക്ഷണം ഉണ്ടാക്കിയാണ് അച്ഛനമ്മമാർ കുട്ടികളെ ശീലിപ്പിച്ചത്. അതുകൊണ്ട് ഇതിനകത്തിരിക്കുന്ന തല നരച്ചവർക്ക് വെളിയിൽ പോയി കഴിക്കാനാണ് അറപ്പ്. ശരിയാണോ? ശരിയാണ്. കാരണം തള്ള ആദ്യം ആരോഗ്യത്തിനുതകുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ശീലിപ്പിച്ച്. പറഞ്ഞത് ശരിയുണ്ടോ? ബന്ധു വീട്ടിൽ ചെന്നാൽ പോലും കഴിക്കാനൊരു അറപ്പുണ്ടാവും. അതിന്റെ കാരണം തനിക്കൊരു ശീലം ഉണ്ടാവും. തള്ളയും തന്തയും ഒക്കെ ഉണ്ടാക്കിയ ഒരു ശീലം, നല്ല ഭക്ഷണത്തിന്റെ, അതാണ് ആരോഗ്യത്തിന്റെ അടിത്തറ. അത് മരണം വരെ നിലനിൽക്കും. തന്റെ പാരമ്പര്യത്തിന് ഉതകുന്നതും തന്റെ അച്ഛനമ്മമാരൊക്കെ കഴിച്ചിട്ടുള്ളതും നാവിന് രുചികരമായതും ശീലമായി കൊണ്ടുപോകാവുന്നതും നാളെ അപകടങ്ങളിലേക്ക് പോകാത്തതുമായൊരു ഭക്ഷണ രീതി വിദ്യാഭ്യാസവും പണവും വന്നതോടുകൂടി നിങ്ങൾ കളഞ്ഞു കുടിച്ചു. അത് ആരോഗ്യത്തിന് ഏൽപ്പിച്ച മുറിവ് വളരെ വലുതാണ്. ഭക്ഷണം വൃത്തിയുള്ളതും ഭക്ഷണം വൃത്തിയായി ഉണ്ടാക്കിയതും ആവശ്യത്തിന് വേണ്ടുന്ന പോഷക മൂല്യങ്ങളുള്ളതും ആയിരിക്കണം എന്ന സങ്കല്പമൊക്കെ മാറി. എളുപ്പമായി കാര്യം. അത് നിർത്തി നല്ല ഭക്ഷണം കഴിക്കാൻ കഴിവുള്ളവർ മാത്രം മരുന്നിന് നിന്നാൽ മതി. അല്ല മരുന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് വലിയ കാര്യമില്ല. കാരണം നിങ്ങളുടെ കോശങ്ങൾ ഉണ്ടാകുന്നതും നശിക്കുന്നതും ഭക്ഷണം കൊണ്ടാണ്. അത് വികലമായി കഴിച്ചിട്ട് കുറെ മരുന്ന് മേടിച്ച് കഴിച്ചാലൊന്നും ആരോഗ്യം വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ഭക്ഷണമെന്ന് പറയുമ്പോൾ കഴിക്കുന്ന ആഹാരവും 5 ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളും ഒരുപോലെ പെടുകയും ചെയ്യും. അതുകൊണ്ട് 2 3 നേരം ഭക്ഷണം കഴിക്കുമ്പോൾ ആ കഴിക്കുന്നതെല്ലാം നോക്കണം. സീസണല്ലാത്ത യാതൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. സീസണൽ അല്ലാത്ത പദാർത്ഥങ്ങളോടാണ് നിങ്ങൾക്ക് ഇഷ്ടം. ശരിയല്ല. മാങ്ങ ഇല്ലാത്തപ്പോൾ മാങ്ങായ്ക്ക് പ്രിയം, അതുകൊണ്ട് അതിന് വില കൂടുതൽ വരും. അന്നേരം അത് തന്നെ കഴിക്കണം. പഴയ വല്യമ്മമാർ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ടെന്ന് പറയും. ഓരോ ആളുകളും താമസിക്കുന്ന ദേശത്തിനനുസരിച്ചും കാലത്തിനനുസരിച്ചും ഭക്ഷണമുണ്ട്. പ്രകൃതിയിൽ ചൂട് കൂടുതലുള്ള കാലങ്ങളിൽ ഉണ്ടാകുന്ന പഴങ്ങൾ, തണുപ്പുണ്ടാകുമ്പോഴുണ്ടാകുന്ന പഴങ്ങൾ, ആ പ്രകൃതി മര്യാദയിൽ ജീവിക്കാൻ മനുഷ്യന് ഉപകാരമായി പ്രകൃതി ഉണ്ടാക്കുന്നതാണ്. അത് വിരുദ്ധമായിരിക്കും പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യുമ്പോൾ. അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാലത്തിന് ചേർന്നത് കഴിക്കണം.
ദേശത്തിനും അവനവൻ്റെ പാരമ്പര്യത്തിനും അനുസൃതമായി കഴിക്കണം. മര്യാദാമസൃണമായി കഴിക്കണം. പാകമെത്തിയത് വാങ്ങിച്ച് കഴിക്കണം. നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു 25 വയസ്സിൽ താഴെയുള്ളവന്മാരെയും ഉള്ളവളുമാരെയും നോക്കിയാൽ വീട്ടിലെ മുറ്റത്ത് മാവുണ്ടാവും. അത് നിറച്ച് മാങ്ങ പഴുത്ത് വീണ് ചീഞ്ഞു പോകുന്നുണ്ടാവും. അത് കൊള്ളുകയില്ലാത്തതാണ്. കഴിച്ചാൽ രോഗം വരുമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. പുറത്തു പോയി കാർബൈഡ് വെച്ച് പഴുപ്പിച്ച പാകമെത്താത്ത കുരഞ്ഞ മാങ്ങ കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്ന് 40 രൂപ 50 രൂപയ്ക്ക് തിന്നും. ശരിയല്ല. എന്നിട്ട് മരുന്നിനും നടക്കും. ഈ പണി നിർത്തണം. നിങ്ങളുടെ പോക്കറ്റിലെ അധ്വാനിക്കാതുണ്ടായ പണമാണ് ആരോഗ്യത്തിൻ്റെ മൂല്യം എന്ന് ധരിക്കുകയും അത് കൊടുത്തു വാങ്ങിക്കുന്നതൊക്കെ മാത്രമേ കൊള്ളുള്ളൂ എന്ന് തീരുമാനിക്കുകയും പണം വാരി കൊടുക്കാത്തതൊക്കെ മോശമാണെന്ന് ധരിക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസമാണ് നിങ്ങൾക്ക് എന്നുള്ളത്. അതാ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാമത്തത്. ശരിയാണോ? അതോ കള്ളമാണോ? അതുകൊണ്ട് ആ പണിയൊക്കെ നിർത്തിയിട്ട് ഇതിനകത്തോട്ട് കയറിയാണ്. വെറുതെ കയറണ്ട. ഈ പൊങ്ങച്ചവാവുള്ള മാസികയിലൊക്കെ എഴുതി വരുന്നത് കച്ചവടക്കാർ എഴുതുന്നതെല്ലാം വായിച്ച് വേണ്ടാത്തതൊക്കെ തിന്നണം. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരടിക്കിൽ ഏതൊക്കെ കഴിക്കാം ഏതൊക്കെ കഴിക്കരുത്. ഒന്ന്, അലുമിനിയം, ഹിൻഡാലിയം, നോളിയം പാത്രങ്ങളിൽ പാചകം ചെയ്ത് കഴിക്കരുത്. സ്റ്റീൽ പാത്രങ്ങളിലും അരുത്. മൺപാത്രങ്ങളിലാവാം, ഗ്ലാസ് പാത്രങ്ങളിലാവാം. വളരെ ശ്രദ്ധിച്ച് കേട്ടിട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ മതി. അങ്ങനെ പോവില്ല. അതായത് ഇത് കൊണ്ടൊന്ന് മയക്കിയെടുക്കാൻ ആദ്യം പഠിച്ചാൽ അവര് മയക്കിയാൽ പോവില്ല. കുറച്ച് ഉമി അതിനകത്തിട്ട് തീയിടുക. അന്നേരം അത് ചുട്ടത് നല്ലത് പോരാ എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലത് ഉപയോഗിക്കും. എന്നിട്ട് അതിനെ മയക്കി എടുത്തിട്ട് ഉപയോഗിക്കുക. ഒരു കുഴപ്പവും വരില്ല. ഇന്നും ഉപയോഗിക്കാവുന്നതാണ്. അത് അലുമിനിയത്തിൻ്റെയും മറ്റു ചിലതിൻ്റെയും കൂടെ കൂടി ഒരു സംയുക്തമായ സാധനമാണ്. അവയ്ക്കെല്ലാം ഉള്ള കുഴപ്പം, ഒന്നാമത് ഏറ്റവും പ്രധാനമായത് മനസ്സ്. പഴയ ആളുകൾ മൺകലങ്ങളിലും മൺപാത്രങ്ങളിലും വെള്ളം ചുമന്നുകൊണ്ടിരിക്കുകയും വെള്ളം സൂക്ഷിച്ചു വയ്ക്കുകയും അരി കറിയൊക്കെ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഏകാഗ്രത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ഭക്ഷണത്തിലെ ഏറ്റവും വലിയ ദോഷമാണ് ആശ്രയം. ഭക്ഷണം, അതിൻ്റെ റോ മെറ്റീരിയൽസ് അവനവൻ്റെ പറമ്പിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ മനസ്സ് നല്ല രീതിയിൽ അതിൻ്റെ കൂടെയുണ്ട്. മനസ്സിലായി? മറ്റൊരിടത്തു നിന്ന് പറിച്ച് കച്ചവടക്കാർ കൈകാര്യം ചെയ്യുമ്പോൾ ഇതെടുത്തെറിയുക, അതിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് തെറി വിളിക്കുക, അതിനെ ബാർഗെയിൻ ചെയ്യുക ഒക്കെ ചെയ്യുമ്പോൾ ഭക്ഷണത്തിൻ്റെ അകത്തുള്ള കോശങ്ങൾ അതിസൂക്ഷ്മങ്ങളാണ്. 1980 ശേഷമാണ് ഭക്ഷണ പദാർത്ഥങ്ങളെ ഇത്ര നഗ്നമായ വികലമായ കച്ചവടത്തിന് നിങ്ങൾ വിധേയമാക്കിയത്. ആ രംഗം മുഴുവൻ ഇന്ന് കച്ചവടക്കാരുടെയും ബ്രോക്കർമാരുടെയും തൊഴിലാളികളുടെയും ലോകമാണ്. ശരിയല്ല? മത്തി ഉണ്ടെന്ന് അവിടുന്ന് വലിച്ചു കയറ്റി ഒരു ലോറിയെ കയറ്റി മീന്, അതിനകത്ത് കുറേ ഐസും വാരിയിട്ടു, അതേ കയറി നിന്നും ചവിട്ടിയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഭക്ഷണ പദാർത്ഥമാണ് എന്ന ഭവ്യതയോ മര്യാദയോ ആ ഭക്ഷണത്തിന്മേലില്ല. ശരിയല്ലെങ്കിൽ പറയണ്ട. അത് നേരെ കൊണ്ടുവന്ന് തമിഴാളുകൾ ഉൾപ്പെടെയുള്ളവർ റോഡ് ട്രഞ്ച് കുഴിക്കാനൊക്കെ വന്നിടത്ത് ടാറിന് മുകളിൽ കൂട്ടിയിട്ടിട്ട്, മലവും മൂത്രവും കിടക്കുന്ന ടാറിന് മുകളിൽ കൂട്ടിയിട്ടിട്ട് അത് വാരിക്കൊണ്ടുപോകുന്ന ഒരു സംസ്കൃതിയിലാണ് ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത്. ശരിയല്ല. പഴയ കാലത്ത് അത് ഭക്ഷണ പദാർത്ഥമാണ്. അത് ചവിട്ടിക്കൂടാ, അതിനെ കവച്ച് കിടന്നുകൂടാ, അത് വളരെ ഭവ്യതയിൽ ഉപയോഗിക്കണം. ഞാനോ അന്യനോ ആകട്ടെ ഇത് കഴിക്കുന്ന പദാർത്ഥമാണെന്ന ബോധ്യത്തിലാണ്
മീൻ പിടിക്കാൻ പോകുന്നവൻ അത് പിടിക്കുന്നതും പിടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നതും അത് വാങ്ങുന്നവൻ വാങ്ങിക്കുന്നതും അത് വെട്ടിത്തേച്ച് കഴുകുന്നവർ വെട്ടിത്തേച്ച് കഴുകുന്നതും അത് ഉപയോഗിക്കുന്നതും അതിലൂടെ ഒരു മാനസിക ആരോഗ്യം അവർക്കുണ്ടാവുകയും ആ ഭക്ഷണ പദാർത്ഥത്തിനകത്ത് ആരോഗ്യത്തിന് വേണ്ടുന്ന വൈകാരികത ഉണ്ടാവുകയും ചെയ്യും. ശരിയാണോ? നിങ്ങൾ അങ്ങനെയല്ല കഴിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം വന്നു. വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ ചെയ്തതൊക്കെ അന്ധവിശ്വാസമായി. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കച്ചവടം തുടങ്ങിയത്. പക്ഷെ അന്ധവിശ്വാസത്തെ നിങ്ങൾ നേരിട്ട് നഗ്നമായ കച്ചവടത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നിങ്ങൾ കൂടുതൽ രോഗികളായത്. ശരിയുണ്ടോ? ഭക്ഷണത്തിന്റെ ആശ്രയദോഷം 1. 2, ഇതിനകത്ത് നിങ്ങൾ കൂടുതൽ കാലം ഇരിക്കാൻ ചേർക്കുന്ന പ്രിസർവേറ്റീവുകൾ. 3, നിങ്ങൾ ഇതിനെ മനോഹരമാക്കാൻ ചെയ്യുന്ന സ്പ്രേകൾ. കാരണം പുതുതാണെന്ന് തോന്നിക്കാൻ സ്പ്രേ അടിക്കും പച്ചക്കറികളിലും പഴങ്ങളിലും മാംസത്തിലും മത്സ്യത്തിലുമെല്ലാം. ശരിയല്ല. 10 പ്രാവശ്യം അത് വേണ്ടെന്ന് വെച്ച് 4 അവനവൻ്റെ മുറ്റത്തുണ്ടാക്കി കഴിക്കാനായിട്ട് തുടങ്ങിയാൽ ആടി നിൽക്കും. മര്യാദയ്ക്ക് അവൻ താഴോട്ട് വരും. ജനസംഖ്യ ആനുപാതികമായി നോക്കിയാൽ ഇന്ന് കച്ചവടക്കാർ വളരെ കൂടിയിട്ടുണ്ട്. പഴയ കാലത്ത് കുത്തകയാണ് കച്ചവടം. അന്നല്ല മനുഷ്യനെ ഇത്രയേറെ കളിപ്പിച്ചത്. 2, 3 ഒരു കാപ്പിപ്പൊടി ഒരു തള്ള മേടിച്ചുകൊണ്ട് വന്നാൽ അതിന് മണമുണ്ട്, അല്ലെങ്കിൽ അത് പൂത്തിരിക്കുന്നു, അത് കൊള്ളുകയില്ല എന്ന് തോന്നിയാൽ അന്ന് ഒരു കച്ചവടക്കാരനെ ഒരു ഗ്രാമത്തിലുള്ളൂ. അവൻ പിണങ്ങിയാൽ ഒരു ഭക്ഷണം കിട്ടില്ല. പക്ഷേ അത് തിരിച്ചവിടെ കൊണ്ടുവന്നാൽ അവൻ എടുത്തു വെച്ച് വിനയപൂർവം മര്യാദാപൂർവം അത് തെറ്റിപ്പോയതാണ്, ചെറുക്കൻ അറിയാതെ തന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വിനയപൂർവം എടുത്തിട്ട് പൈസ തരുകയോ വേറെ തരുകയോ ചെയ്യും. ഇന്ന് തൊഴിൽ നിയമങ്ങളും ഇന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷനുകളും അതിൻ്റെ മുകളിൽ ഉദ്യോഗസ്ഥന്മാരും വന്ന കാലഘട്ടത്തിലാണ് കേസ് കളിച്ച് കുടുംബം തറവാടാക്കുകയല്ലാതെ ഒരു കച്ചവടക്കാരനും എതിരെ ഒന്ന് അനങ്ങാൻ പറ്റാതെ വന്നിരിക്കുന്നത്. ഒരേ കച്ചവടം ചെയ്യുന്ന 15 പേരെങ്കിലും ഒരു ഗ്രാമത്തിലുണ്ടാവും. ഒരേ സാധനം. കുത്തകയുണ്ടായിരുന്ന കാലങ്ങളിൽ പറ്റിയിരുന്നത് പോലും ഇന്ന് മനുഷ്യബന്ധത്തിൽ പറ്റുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് പത്രങ്ങളും മാസികകളും ഒക്കെ ഒരുപാടുള്ള കാലമാണ്. ഒരുപിടി ആക്ടിവിസ്റ്റുകളും ഒരുപാട് സമരങ്ങളും ഉള്ള കാലമാണ്. പക്ഷെ മനുഷ്യബന്ധങ്ങൾ തകർന്നിടത്താണ് നിങ്ങളുടെ ആരോഗ്യം തകർന്നിരിക്കുന്നത്. തൊട്ടതിനൊക്കെ ഇന്ന് മതങ്ങളും ജാതികളും ഉള്ള കാലമാണ്. ഇതൊന്നും ഇല്ലാതിരുന്ന മനുഷ്യൻ മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന കാലങ്ങളെ എടുത്താൽ അവന്റെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്നും അങ്ങനെ ജീവിക്കാൻ ഒരുത്തൻ തയ്യാറാകുമെങ്കിൽ അവൻ ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല. പഠിക്കേണ്ട പോലെ ചരിത്രം പഠിക്കണം. പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് എന്നെ തല്ലാം. മീൻ കൊണ്ട് വിറ്റിരുന്നത് വാലത്തിമാരാണ്. ശരിയല്ല. രാവിലെ എഴുന്നേറ്റത് തലച്ചുമട വെച്ചതാണ്. അവരെങ്ങനെയാണ് അവരുടെ ജീവനമായ ആ മത്സ്യത്തോട് പെരുമാറിയിരുന്നത്? പച്ചക്കറികൾ കൊണ്ട് കൊടുക്കുന്നവൻ എങ്ങനെയാണ് ആ പച്ചക്കറിയോട് പെരുമാറിയിരുന്നത്? അത് അരിയുകയും പിടിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുന്നവൾ എങ്ങനെയാണ് പെരുമാറിയിരുന്നത്? അതിനുള്ള ഏകാഗ്രത ഉണ്ടായിരുന്ന കാലങ്ങളിൽ ആരോഗ്യം ഉണ്ടായിരുന്നു, രോഗമില്ലായിരുന്നു. അവരുടെ അമ്മ 60-70 കൊല്ലം അടുക്കളയിൽ നിന്ന് പണിതിട്ടുണ്ടാവും. ഉണ്ട്. അപ്പൊ 60-70 കൊല്ലം എങ്കിലും അവിടെ നിന്ന് പണിതിട്ടുണ്ടാവും. അവരുപയോഗിച്ച മൺപാത്രങ്ങൾ ഇന്നും പൊട്ടാതെ ചിലപ്പോൾ അവിടെ കാണും. അവരുപയോഗിച്ച ഗ്ലാസ് ടംബ്ലറുകൾ കാണും. കാരണം അവരതിനിടയ്ക്ക് സീരിയൽ കാണാൻ പോവില്ല, അവരതിനിടയ്ക്ക് വേറെ കുണ്ടാവണ്ടിക്കൊന്നും പോവില്ല. ഏകാഗ്രതയോടെയാണ് പണിയെടുത്തത്. അവരേകാഗ്രതയോടെ പണിയെടുക്കുമ്പോൾ ക്ഷമയും സമചിത്തതയും കൊണ്ട് ലോകത്തിലുള്ള വിവരങ്ങൾ മുഴുവൻ പുസ്തകം വായിക്കാതെയും പത്രം വായിക്കാതെയും
തൻ്റെ അന്തരംഗത്തിൽ നിന്ന് ബോധ്യപ്പെടുന്ന ഒരു അറിവ് അവർക്കുണ്ടാവും. അത് സത്യമായിരിക്കും. അതിനെ അറിവെന്ന് പ്രാചീനർ വിളിക്കുന്നത്. മനസ്സിലായില്ല? മനുഷ്യന്റെ ഏകാഗ്രതയിലാണ് അറിവുണ്ടാകുന്നത്. ലോകോത്തരന്മാരായി അറിയപ്പെട്ടവരൊക്കെ നല്ല ഏകാഗ്രതയിൽ നിന്ന് അറിവ് നേടിയവരാണ്. ശരിയല്ല? അത് ആരോഗ്യത്തിന്റെ ലക്ഷണം. അവര് പുറത്തു പോയിട്ടില്ല. പുറത്തു പോകുന്ന ഭർത്താവ്, പുറത്തു പോകുന്ന മക്കൾ, ഒരുപാട് ആളുകൾ. പക്ഷേ അവരെയൊക്കെ നിയന്ത്രിക്കാൻ ഇവൾ ഒരുത്തി മതിയാവും. അവരൊന്ന് നോക്കിയാൽ ഭർത്താവ് മര്യാദയ്ക്ക് വീട്ടിലിരിക്കും. അവർ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അനുസരിക്കും. ഇന്ന് ഒട്ടേറെ അറിവുള്ളവളുമാരാ ഈ വാനിറ്റി ബാഗൊക്കെ തൂക്കി വന്നിരിക്കുന്നവളുമാർ. ഒരു കൊച്ചു കുഞ്ഞിനെ നിയന്ത്രിക്കാനുള്ള സർഗശേഷിയോ അറിവോ ഇവളുമാർക്കൊന്നും ഇല്ല എന്നുള്ളത് തീർച്ചയാണ്. കടന്നുപോയോ? കടന്നുപോയോ? പക്ഷെ പൊങ്ങച്ചവും അഹങ്കാരവും വളരെ കൂടുതലുക. അതാ നിങ്ങളുടെ രോഗം. ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ അത്രയും നല്ലപോലെ പറഞ്ഞു തന്നത്. മറിച്ച് ഒരൊറ്റ സ്ത്രീ, അവർക്ക് വിദ്യാഭ്യാസം ഏറെ ഉണ്ടാവില്ല, അവർക്ക് ജീവിതത്തിൽ അവസാനം വരെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടാവില്ല, പ്രഷറില്ല, പ്രമേഹമില്ല, രോഗങ്ങളൊന്നുമില്ല. ഒരു 15ഓളമെങ്കിലും പ്രസവിച്ചിട്ടുണ്ടാവും. പ്രസവിച്ചതൊക്കെ കിടാമുട്ടന്മാരെ ആയിരിക്കും. ഒരു ജാഥയ്ക്കുള്ള ആളുണ്ടാവും ഏത് വീടെടുത്താലും. ശരിയല്ല? ഇത്രയും പ്രസവിച്ച സ്ത്രീയുടെ മുട്ട് തേഞ്ഞില്ല, നട്ടല് തേഞ്ഞില്ല, ബ്രസ്റ്റ്, ഓവറി, യൂട്രസ്, സെർവിക്സ് ഒന്നും ക്യാൻസർ വന്നില്ല. ഒരിടവും പഴുത്തുനാറി കിടന്നില്ല. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ച ചരിത്രവും കാണുകയില്ല. ഇനി നിങ്ങൾ പറയുകയാണ് അന്ന് രോഗം ഡിറ്റക്ട് ചെയ്യാഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ, ഇന്ന് രോഗം ഡിറ്റക്ട് ചെയ്തിട്ട് നിങ്ങൾ വേഗം മരിച്ചു പോകുമ്പോൾ അവർ ഡിറ്റക്ട് ചെയ്യാതിരുന്ന രോഗത്തിൽ അതിനേക്കാൾ മുമ്പേ മരിക്കണ്ടേ? ചോദ്യം മനസ്സിലായില്ല? ഇപ്പൊ എനിക്ക് മറുപടി പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, അന്ന് ഡിറ്റക്ട് ചെയ്തു. അതിനുള്ളത് പ്രത്യേകം അങ്ങ് പഠിച്ചോളുക. നിങ്ങൾ ഈ ഡിറ്റക്ട് ചെയ്തിട്ട് പെട്ടെന്ന് ചത്തുപോയില്ലേ? മറ്റൊരു ഡിറ്റക്ട് ചെയ്യാതെ ജീവിച്ചിരുന്നില്ലേ? ഒന്ന്. രണ്ട്, ആദ്യം ഡിറ്റക്ട് ചെയ്യുന്ന ഡോക്ടറല്ല. ബ്രസ്റ്റിലൊരു മുഴയുണ്ടെന്ന് ആദ്യം അറിയുന്നത് ആ സ്ത്രീയാ. കുളിക്കുമ്പോഴോ മറ്റ് എന്തെങ്കിലും കാര്യത്തിൽ പോകുമ്പോഴോ എൻ്റെ അവിടെ ഒരു മുഴയുണ്ട്, ഇവിടെ ഒരു മുഴയുണ്ടെന്ന് എപ്പോഴെങ്കിലും തിരിച്ചറിയുന്ന അവരവർ തന്നെയാണ്. ശരിയല്ല? എന്നിട്ട് ആ ഡോക്ടർ കാണുന്ന, അല്ല ഡോക്ടർമാർ നിത്യവും വീട്ടിൽ വന്ന് ബ്രസ്റ്റും ബാക്കിയുള്ള അവയവങ്ങളും എന്നും തടവി നോക്കി മുഴയുണ്ടോ എന്ന് നോക്കി വെച്ച് പോകുന്ന ഡിറ്റക്ഷൻ ഒന്നും ഇനിയും തുടങ്ങിയിട്ടില്ല. തുടങ്ങും ഇപ്പം ഏറെ താമസിയാതെ. ശരിയല്ല? ശരിയല്ല? അതുകൊണ്ട് ഞാൻ കയറി പോകുമ്പോൾ അത്തരം നമ്പരൊന്നും ഇറക്കിയേക്കരുത്. അപ്പൊ അവര് മാറി മറയ്ക്കാതെ നടന്നു തോർത്തു കൊടുത്ത്. ഈ പ്രായമായവർ കണ്ടിട്ടുണ്ട് വീട്ടുമുറ്റത്തൂടെ 80-90 വയസ്സിൽ ആ ബ്രസ്റ്റൊക്കെ തൂങ്ങിക്കിടന്നപ്പോ അതിലൊന്നും ഒരു മുഴയില്ല, പഴുത്തിട്ടുമില്ല, ചീഞ്ഞിട്ടുമില്ല, നാറിയിട്ടുമില്ല, മര്യാദയ്ക്കാണത്. ഇത്രയൊന്നും പൗഡറും സെറ്റും ഒന്നും അടിച്ചു കയറ്റിയിട്ടുമില്ല. ശരിയല്ല? അപ്പൊ ആരോഗ്യം ഉണ്ടായത് എങ്ങനെയാണ്? അവര് ജീവിച്ചത് മര്യാദാമസൃണമാണ്. അതാണ് ആരോഗ്യത്തിന്റെ അടിസ്ഥാനം. രാവിലെ എഴുന്നേറ്റ് തറ മെഴുകണം, പാത്രങ്ങൾ കഴുകണം, വെള്ളം ചുമന്നു കൊണ്ടുവരണം മൈലുകൾ അകലെന്ന്. ആ പണിക്കിടയിൽ തൻ്റെ ശരീരത്തെക്കുറിച്ചോ വികലങ്ങളായ കാര്യങ്ങളെക്കുറിച്ചോ ചിന്തിക്കാൻ ഇടകിട്ടിയിരുന്നില്ല. ഭൂമി പണിയെടുക്കാനുള്ളതാണെന്ന് നല്ലപോലെ അറിഞ്ഞ് പണിയെടുത്ത് ജീവിച്ച അവർ ആ മൺകലങ്ങളിൽ വെള്ളം കൊണ്ടുവരുമ്പോൾ നല്ല ഏകാഗ്രതയില്ലെങ്കിൽ 2 കയ്യിലും കുടവായിരിക്കും. ശരിയല്ല? ചിലപ്പോൾ എളിയിലൊന്നും ഒന്ന് കയ്യിലുമായിരിക്കും, ചിലപ്പോൾ തലയിലൊന്നും എളിയിലൊന്നും ആയിരിക്കും. അതിനിടയ്ക്ക് ഒരു കൊച്ചു കുഞ്ഞും ഉണ്ടാവും കുസൃതിയായത്. ഇങ്ങനെ ചുമന്നു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നല്ല ഏകാഗ്രത ആദ്യം വേണം. മനസ്സ് ഏകാഗ്രമാകുമ്പോൾ കോശങ്ങളും ഹോർമോണുകളും എൻസൈമുകളും മര്യാദാമസൃണങ്ങളാവുകയാൽ അതായിരുന്നു അവരുടെ ആരോഗ്യത്തിന്റെ ആദ്യത്തെ അടിസ്ഥാനം. കാലണയുടെ പണിയെടുക്കാതെ കണ്ടെയ്നർ നോട്ട് കൊണ്ട് കളിക്കുന്ന ഈ കാലത്ത് ആരോഗ്യം നിങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. പണിയെടുക്കാതിരിക്കാനുള്ള പണിയാണ് ഇനിയും ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ളതാണ് നിങ്ങളുടെ ശാസ്ത്രം. അല്ലാതെ മനുഷ്യ പുരോഗതിക്കുള്ളതോ നന്മയ്ക്കുള്ളതോ അല്ല നിങ്ങളുടെ ഭൗതിക ശാസ്ത്രങ്ങളൊന്നും.
അതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഇത്രയും കാലം സഞ്ചരിച്ചത്. അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചയാണ് നിങ്ങളുടെ ഈ രോഗങ്ങൾ അത്രയും. ആക്ഷേപത്തിനെതിരുണ്ടെങ്കിൽ പറയാം. മനുഷ്യനെ മടിയനാക്കുന്ന എളുപ്പം കാര്യങ്ങൾ ചെയ്യാൻ, ആരോഗ്യത്തിന് കാര്യം ചെയ്യാനല്ല, എളുപ്പം ചെയ്യാനുള്ള ഗവേഷണങ്ങളായി നടന്നതല്ല എല്ലാം. ശരിയല്ല. അതിനിടയിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് അത്രയും ആരോഗ്യമാണ്. അതിന്റെ വക്താക്കളായിട്ടാണ് നിങ്ങൾ ഇവിടെയും വന്നിരിക്കുന്നത്. അതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് രോഗം മാറില്ല.